ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു വലിയ അപകടം പറ്റിയിരിക്കുകയാണ്. ആന്റണി രേവതിയെ തള്ളിവിട്ടു, തല പോയി ഇടിച്ചു, ചെറിയ രീതിയിൽ തല പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ സച്ചി രേവതിനെയും കൂട്ടി പോകുന്നത് കേട്ടോ. ഏതായാലും രേവതിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പ്രശ്നം ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും നമ്മുടെ സച്ചിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു വിവരം നമ്മുടെ ദേവുവും അതുപോലെ ലക്ഷ്മിയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം. എങ്കിലും നമ്മുടെ കഥ പറയാൻ വന്നാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ദേവു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അയ്യോ, നമ്മുടെ ശരത്ത് കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, പിന്നെ ശരത്തിന് വലിച്ചു കീറാതിരിക്കുവോ ലക്ഷ്മി. അങ്ങനെ ശരത്ത് അവിടെ നിൽക്കുമ്പോ തന്നെ ശരത്തിനോട് പറയാണ്, നിനക്കിപ്പൊ സമാധാനം ആയില്ലേടാ, നിനക്ക് സന്തോഷം ആയില്ലേടാ, എടാ നിന്റെ കൂടപ്പുറപ്പല്ലേടാ ഇപ്പൊ നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കുന്നത്, നിന്റെ ചങ്കിടിപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആന്റണി നിന്റെ ചേച്ചീനെ തള്ളിവിട്ട് അവളുടെ തല പോയി ഇടിച്ച് അവളിപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എന്ത് തെറ്റാടാ അവള് നിന്നോട് ചെയ്തത്. നിനക്കൊക്കെ വേണ്ടി അവള് ഇത്രയും നാള് ജീവിതം ഒഴിഞ്ഞു വെച്ച് നിന്നെയൊക്കെ പഠിപ്പിച്ച് ഇത്രമാക്കിയത് അവളല്ലേ. അവള് വിചാരിച്ചത് കൊണ്ടല്ലേ സത്യം പറഞ്ഞ് ഈ വീട് പട്ടിണി കൂടാതെ പോയത്. അതൊന്നും നിനക്ക് അറിയേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറയാണ്, അയ്യോ അമ്മേ, എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു അമ്മേ, ഞാൻ അറിഞ്ഞില്ല. ഒരിക്കലും ആന്റണി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ആന്റണി ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ആന്റണി കൂട്ടൻ, നീ ഇനി മിണ്ടിപ്പോരുത് ആന്റണി ഏട്ടനെ കുറിച്ചിട്ട്. എടാ നിന്റെ ആന്റണി ഏട്ടൻ തന്നെയാടാ ചെയ്തത്. രേവതി ചേച്ചിനെ തള്ളിയിട്ടിട്ട് രേവതി ചേച്ചിയുടെ തല പോയി പുറകിൽ ചെന്ന് ഇടിച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. സച്ചേട്ടൻ ഉള്ളത് കൊണ്ടാ ഇപ്പം ജീവിച്ചിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ രക്തം വാർന്ന് രേവതി ചേച്ചി ഇപ്പം മരിച്ചു പോയേനെ. എങ്കിൽ നിനക്ക് സമാധാനം ആവൂലോ. നീ കാരണം ഒരാളങ്ങ് മേളിൽ നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ അച്ഛൻ. അത് നീ ഒറ്റ ഒരുത്തൻ കാരണമല്ലേ. നിന്റെ ഒരു മോഷ്ടിക്കല് അത് ഒടുങ്ങിയത് എവിടെ ചെന്നാ, നമ്മുടെ അച്ഛനിൽ ചെന്നതല്ലേ അത് ഒടുങ്ങിയത് നിന്നത്. ഇപ്പൊ അടുത്ത് അവൾ ഗുണ്ടായുസമായിട്ട് ഇറങ്ങിയേക്കുക. എടാ നീ കാരണം ഈ കുടുംബത്തിലെ ഓരോരുത്തരും വെന്തുരുക്കി മരിക്കും. അതിനുവേണ്ടിയല്ല നീ ഇതൊക്കെ കാണിക്കുന്നത് എന്ന് ദേവു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയി പോയിട്ടോ. ശരത്ത് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആന്റണി ചേട്ടനോട് ചോദിച്ചോളാം, അല്ലാതെ വെറുതെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ സത്യാവസ്ഥ ഒന്ന് തിരക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് കുടുംബത്തെ വിശ്വാസമില്ലല്ലോ, നിന്റെ ആന്റണി ചേട്ടനല്ലേ വിശ്വാസം. നീ പോയി തിരക്കടാ, നീ പോയി തിരക്കിയിട്ടേ ബാക്കിയുള്ളവർ ചാകുമ്പോഴത്തേക്കും നീ കരഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ. ലാസ്റ്റ് നീ മാത്രം ഒറ്റയ്ക്കായി പോകൂടെ ഈ കുടുംബത്തില്. പാവം അവള് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടാടാ ഇത്രയൊക്കെ ആക്കിയെടുക്കുന്നത്. നിനക്കറിയാലോ അവളുടെ കാര്യം. നിന്റെ ചെറുപ്പം മുതലേ ഞാൻ നിന്നെ നോക്കുന്നേക്കാൾ കൂടുതൽ അവളല്ലേടാ നിന്നെ നോക്കിയിട്ടുള്ളത്. ഒരമ്മയുടെ സ്ഥാനമല്ലേടാ അവക്ക്. നീ എന്നിട്ട് അവളെ കുരുതി കൊടുക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും വിഷമവും സങ്കടവും ഒക്കെ സഹിക്കാമല്ലാതെ നേരെ ആന്റണി അല്ല സോറി ശരത്ത് ചെല്ലാണ് ആന്റണിയുടെ അടുത്തേക്ക്. അപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. ആന്റണിയാണ് കുറ്റക്കാരൻ എന്ന് മനസ്സിലായി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണിക്കും കുറച്ച് പരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സച്ചി നല്ല രീതിയിൽ ചാർത്തി കൊടുത്തായിരുന്നല്ലോ ആന്റണിക്ക്. അപ്പൊ ആന്റണി അവിടെ ശരത്ത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി ഇങ്ങനെ അയ്യോ വയ്യായേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പൊ നേരെ കയറി ചെന്നിട്ട് ശരത്ത് ചോദിച്ചു, എന്താ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്റെ ചേച്ചീനെ? അല്ല ആന്റണി ഏട്ടനെ കുറിച്ച് എനിക്ക് കുറച്ച് ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ദേ എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടന്റെ ചേച്ചിയും കൂടെ അല്ലേ. ആ ചേച്ചീനെ അല്ലേ ആന്റണി ചേട്ടനെ ഇപ്പം ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത്. എന്റെ ചേച്ചി എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞേടാ, നീ തോക്കിക്കേറി വെടിവെക്കാതെ ശരത്തെ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ മറ്റേ അളിയനുണ്ടല്ലോ, അവനാ എന്നെ ഇടിച്ച് പരുവാക്കി വെച്ചിരിക്കുന്നത്. നോക്കടാ നിന്റെ ആന്റണി ചേട്ടന്റെ കൈ കാണടാന്ന് പറഞ്ഞപ്പോ, പിന്നെ നിങ്ങളുടെ കൈ പോയാലും കാല് പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടിയാ, എന്റെ കുടുംബം ഒന്ന് കരകയറി കാണാൻ വേണ്ടിയാ നിങ്ങളുടെ കൂടെ ഞാൻ നിന്നത്. എന്നിട്ട് നിങ്ങൾ കാണിച്ചു വെച്ചതും കാണിച്ചു കൂട്ടിയതും ഒക്കെ എന്തൊക്കെയാണ്? എന്റെ കുടുംബത്തെ നിങ്ങൾ എന്താ കാണിച്ചത്? ആരാന്നറിയാമോ? എന്റെ ചേച്ചിയല്ല, എന്റെ അമ്മയാടോ. എന്റെ അമ്മയ്ക്ക് തുല്യ എന്റെ ചേച്ചി. ആ ചേച്ചിയാ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാലേ പറ്റില്ല. ഇനി ഈ ആന്റണി എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് യാതൊരു കൂട്ടുമില്ല. നിർത്തി, നിങ്ങളുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ല. ദേ എന്നെ എങ്ങാനും ഇനി അന്വേഷിച്ചു വന്നാല് നിങ്ങൾ ഗുണ്ടയാ, നിങ്ങൾ അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞു നടത്തുന്നിട്ടും നിങ്ങളുടെ കൂടെ പല തെമ്മാടി തരത്തിനും ഞാൻ കൂടിയിട്ടുണ്ട്. അതൊക്കെ എന്റെ കുടുംബത്തിന് വേണ്ടി. എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാലുണ്ടല്ലോ കൊല്ലും എല്ലാത്തിനെ ഞാൻ. ഈ ശരത്താരാണെന്ന് അറിയത്തില്ല. ഇനി മേലാൽ എന്റെ ചേച്ചിയുടെ ദേഹത്ത് തൊട്ടെന്നങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ കൈ വെട്ടും ഞാൻ. ഇന്നു മുതൽ നിന്റെ അടുത്തുള്ള ഈ പണി നിർത്തുക. മതിയായി, എനിക്ക്
മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആന്റണീനെ കുറെ അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിയുടെ തലയൊന്ന് പൊട്ടിയാൽ എന്താ, ശരത്തിന് വെളിവ് വീണല്ലോ. വെള്ളിയാഴ്ച വന്നല്ലോ ശരത്തിന് മനസ്സിലായല്ലോ കാര്യങ്ങൾ എന്താണ്, ഏതാണ് വഴി കിടക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യം. ഈ സമയത്താണെങ്കിൽ ഡോക്ടർ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, രേവതിയോട് സച്ചോടും കൂടെ പറയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പൊട്ടലല്ലേ ഉള്ളൂ, സാരമൊന്നുമില്ല, ഒത്തിരി രക്തമൊന്നും പോയിട്ടില്ല, ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം, മെഡിസിൻ ഒക്കെ എടുത്താൽ മതി. പിന്നെ ഇന്ന് തലയ്ക്കായതുകൊണ്ട് 2-3 ദിവസത്തേക്ക് റെസ്റ്റ് എടുത്തേരെ, കാരണം തലയ്ക്കാണല്ലോ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നൊക്കെ പറയാം. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശരത്തും ലക്ഷ്മിയും ദേവും കൂടി ഓടി പാഞ്ഞു വരികയാണ് രേവതിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക്. കാറി നിലവിളിച്ചാണ് കേട്ടോ വരുന്നത് ലക്ഷ്മി, എന്റെ മോളെ, എന്റെ മോക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും വന്ന ഉടനെ നമ്മുടെ രേവതിനെ കണ്ടതും ആശ്വാസമായി, കാരണം രേവതിയുടെ തലയിൽ ഒരു ചെറിയ കെട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ രേവതി പറഞ്ഞു, അമ്മയെ പേടിക്കണ്ട അമ്മേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മ എന്തിനാ ഇതുപോലെ കാറ് നിലവിളിക്കുന്നത്, എന്തിനാ ദേവു അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, എന്ത് പറയാനാ എന്റെ പൊന്നി ചേച്ചി, അവിടെ എനിക്ക് സമാധാനവും സ്വസ്ഥതയും തരത്തില്ല, പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് വേവലാതി കാണില്ലേ, ഞങ്ങൾക്ക് ആദ്യം കാണില്ലേ, എന്താ സജ്ജേട്ടാ സംഭവിച്ചത്? സംഭവിച്ചത് എന്താ, സംഭവിച്ചത് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. ഇവളെ ചോദിക്കാൻ ചെന്നിരിക്കുകയാണ് ഹനിയനെ വഴി തെറ്റിച്ചതിന്റെ പേരില്. ഹനിയൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് കയറി വരികയാണ്. ശരത്ത് കയറി വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്, എടാ മാപ്പ് ചോദിക്കടാ, നിന്റെ ചേച്ചിയോട് നീ മാപ്പ് പറയടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരത്തല്ല സച്ചി പറഞ്ഞു, ആരെ കൊണ്ടെങ്കിലും നിർബന്ധിച്ച് മാപ്പ് ചോദിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ അമ്മേ, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല, ഇവൻ കാരണം ഇവരെ ചേച്ചിക്ക് ഈ അവസ്ഥ വന്നു, അത്രമാത്രം. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സാരമില്ല പോട്ടെ, എനിക്ക് വരാനുള്ളത് വന്നു, അത്ര തന്നെ. എടാ ശരത്തെ, ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്, നിന്റെ കുടുംബത്തെ രക്ഷിക്കാനോ നിന്റെ കൂടെ നിൽക്കാനോ ഒന്നും അല്ല അവർ നോക്കുന്നത്, അവർക്ക് പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി ഒരു ചെറിയ തുറുപ്പുചീട്ട് മാത്രം നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പിന്നെ നീ കരുതിക്കോ, നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത് നീ കാരണമാ, നീ വേണം ഈ കുടുംബത്തെ നോക്കാനായിട്ട്. നീ ഈ കുടുംബത്തെ നോക്കാതെ ഇങ്ങനത്തെ എമ്മാടിത്തരവും കാണിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ആത്മശാന്തി കിട്ടുവോടാ. അതുകൊണ്ട് നീ ഒരിക്കലും ഇനി അതിനൊന്നും പോകരുത്. പോയത് പോയി, ഞാൻ ചത്താലും കുഴപ്പമില്ല, ഞാൻ ചത്തോട്ടെ, പക്ഷെ നീ നന്നാവണം, നീ നേരെ ചൊവ്വേ നിൽക്കണം, അമ്മയെ നോക്കണം, ദേവുവിനെ നോക്കണം, അതൊക്കെയല്ലേ എന്റെ ആഗ്രഹം. ഇത് കേട്ടതും നമ്മുടെ ശരത്തിന് ഭയങ്കര വിഷമമായി. ശരത്ത് പറഞ്ഞു, അയ്യോ ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, ഞാന് പറ്റിപ്പോയി, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇനി ആന്റണിയായിട്ട് യാതൊരു കൂട്ടുമില്ല, ഞാൻ ആന്റണിയായിട്ട് ഇനി കൂടില്ല, സത്യ, ഇതെന്റെ വാക്ക, എന്റെ ചേച്ചിയാണേ സത്യം, ചേച്ചി എനിക്ക് മാപ്പ് തായേച്ചി, ചേച്ചി ഇനി ഒരിക്കലും ഞാൻ ആ ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടില്ലേ ചേച്ചി, പ്ലീസ് ചേച്ചി എനിക്ക് മാപ്പ് താ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കാലെ വീണ് കരയാൻ തുടങ്ങി കേട്ടോ. രേവതി പറഞ്ഞു, മോനെ നീ എന്താ ഈ കാണിക്കുന്നത്, മതി, നിന്റെ ഈ കണ്ണുനീരുണ്ടല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സിൽ ഇപ്പം ആന്റണി ഒന്നുമില്ല, നിനക്ക് സത്യമെല്ലാം മനസ്സിലായെന്ന്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് ചത്തുപോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നീ തിരിച്ചറിവുള്ളവനായില്ലേ. അത് ഈ ഒരു അടി കിട്ടിയതിൽ കാരണമാണെങ്കിൽ ഒരു 2 അടിയും കൂടെ ഞാൻ കൂടുതൽ മേടിക്കാൻ തയ്യാറാ, കാരണം എൻ്റെ പഴയ ശരത്തിനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ. ഏതായാലും ശരത്തും രേവതിയും കെട്ടിപ്പിടിച്ച് അവിടെ അവരുടെ ആ ഒരു സഹോദരനും കൂടി ഇങ്ങനെ നിന്ന് ആ ഒരു എന്താ പറയാ ഇമോഷണൽ സീനൊക്കെയാണ് കേട്ടോ. ലക്ഷ്മിക്കും ദേവുവിനും നമ്മുടെ സച്ചിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ സച്ചിയോടും നമ്മുടെ ശരത്ത് മാപ്പ് ചോദിക്കുക, സച്ചേട്ടാ സോറി സച്ചേട്ടാ, ഒരിക്കലും ഇനി ഞാൻ അവരുടെ കൂട്ടുകെട്ടിൽ ചെന്ന് പെടില്ല, ഒരിക്കലും എന്റെ കുടുംബത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല, എന്റെ കുടുംബം ഞാൻ നോക്കും, അത് ഉറപ്പാ, അത് ഞാൻ തരുന്ന വാക്കാ, ഇനി ഒരിക്കലും ഞാൻ പോവില്ല സച്ചേട്ടാ, പോവില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശരത്ത് നന്നാകാൻ തീരുമാനിച്ചു. ശരത്ത് ഇനി ആ കൂട്ടുകൂട്ടിൽ ചെന്ന് അകപ്പെടില്ല. പക്ഷെ ഇതിന്റെ പുറകെ നമ്മുടെ ശരത്തിനിട്ട് മുട്ടൻ പണിയാണ് തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, പെട്ടെന്നൊരു ഗുണ്ടാ ടീമിൽ നിന്ന് വേർതിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലും ആ ഒരു രീതിയിലുമുള്ള പല അറ്റാക്കുകളും നമ്മുടെ ശരത്തിന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഹോസ്പിറ്റലിൽ നേരെ നമ്മുടെ സച്ചി രേവതിയും കൂടെ പോകുന്നത് ചന്ദ്രോദയത്താണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിലും വലിയ കുറച്ച് ടിസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെപ്പാടെ വെളുത്ത് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഇനി ഉണ്ടാകാൻ പോവാണ്. രേവതിക്ക് 2 ദിവസം റെസ്റ്റ് ആണ്. ഇനിയിപ്പം ചന്ദ്ര ആയിരിക്കണം ആ വീട്ടില് പണി ചെയ്യേണ്ടത്. ഏതായാലും ചന്ദ്ര നമ്മുടെ രേവതിനെ പൊന്നുപോലെ നോക്കുവോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രേവതിനെ അവിടെ ഇട്ട് നക്ഷത്രക്കാൽ എണ്ണിക്കോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. ചെറിയൊരു പ്രമവിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ഒത്തിരി നീട്ടിക്കുറുക്കിയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ രാവിലെ ഫുൾ വിശേഷം ഇടാൻ വരുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രമവിശേഷം വലിയ രീതിയിൽ നീട്ടിക്കുറുക്കി പറഞ്ഞാൽ നിങ്ങൾക്കും ബോറാവൂല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി വലിയ നീട്ടിക്കുറുക്കലില്ലാതെ ചെറിയ രീതിയിൽ ഒരു 10 മിനിറ്റുള്ളിലൊക്കെ ഞാൻ നിർത്തുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പ്രമവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് വരും. നമ്മുടെ അലീനയുടെ കഥ നമ്മൾ ഇടുന്നത് റിയൽ സ്റ്റോറിക്കകത്താണ്. റിയൽ സ്റ്റോറിക്കകത്ത് പ്രമവിശേഷവും ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. രാവിലെ 7:30 പ്രമവിശേഷവും, വൈകിട്ട് ഒരു 8:30 8:15 ആകുമ്പോൾ
പ്രേമ വിശേഷവും രാവിലെ ഫുൾ വിശേഷമായിട്ട് ഇടുന്നത്. ഒന്ന് മാറിപ്പോയി. പിന്നെ നമ്മുടെ അപ്കമിങ് വിശേഷവും റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇടുന്നുണ്ട്. അപ്പം അതിന്റെ ലിങ്ക് വേണ്ടവര് നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് പോസ്റ്റിൽ പോയി നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.